എനിക്ക് ഏറ്റവും കുഴപ്പമുണ്ടായിരുന്നത് എനിക്ക് മദ്യപാനമായിരുന്നു. നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. മദ്യത്തിനൊരു അടിമയായിട്ട് തന്നെ മാറിയായിരുന്നു. ശരിക്കും മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപാനം ഈ പ്രാർത്ഥനയോടൊപ്പം അതും പൂർണ്ണമായി മാറി. പിന്നെ മദ്യപാനത്തിലേക്ക് എനിക്ക് തിരിയേണ്ട വന്നിട്ടില്ല. എവിടേക്കും അങ്ങനെ ഒരു ആസക്തി, അതിനുള്ള ആസക്തി എൻ്റെ നിന്ന് വിട്ടുപോയി. അത് മാതാവിൻ്റെ ഈ അനുഗ്രഹത്താലാണ്. അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയസ്സ് 48. എനിക്കൊരു വിവാഹത്തിൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മദ്യപാനമൊക്കെ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ വെച്ച് ഒരു ആലോചന വന്നു. അത് ഞാൻ വീട്ടിൽ പറയുകയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് അതിന് ഡേറ്റൊക്കെ ഉറപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ ഗൾഫിൽ യുദ്ധം വന്നത്. ഞാൻ ടിക്കറ്റ് വരെ എടുത്തു. നാട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ആ ടിക്കറ്റ് എടുത്തിട്ട് അത് ക്യാൻസലാവുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് കൊണ്ടുവന്ന ആലോചന ആണെങ്കിൽ മാതാവ് നടത്തി തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. നിനക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ പോകാൻ പറ്റും, ആ ഫ്ലൈറ്റിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ആ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ ഞാൻ കോൺടാക്ട് ചെയ്തു. അവിടെയും ഒരു പ്രശ്നം, തടസ്സമായൊന്നും. ഞാൻ എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റല്ല, ഞാൻ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അതും പ്രശ്നമായി. പിന്നെ ഒരു ദിവസമുള്ളൂ, ഈ പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസമുള്ളൂ. ഈ ടിക്കറ്റ് ക്യാൻസലാവാൻ ഒരു ദിവസം കൂടി ഉള്ളൂ. പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അന്ന് അതിൻ്റെ തലേ ദിവസം, പോണതിൻ്റെ തലേ ദിവസം എനിക്ക് ടിക്കറ്റ് കൺഫേമായി എനിക്ക് വന്നു. ഞാൻ നാട്ടിലെത്തി. ഏപ്രിൽ 15-ാം തീയതി എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം നല്ലൊരു ജീവിത പങ്കാളി തന്നതിനും അമ്മയ്ക്കും ഇവിടെ സാക്ഷിയായി, ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി വന്നതിനും എനിക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.